വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് സംസാരിച്ചാലും പ്രശ്നമാണ്. നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് അതല്ലേ, കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ നമ്മളെ ഓക്കെ. ചാനലിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളെ വുമൻ എംപവർമെൻറ്റ് സെറ്റ് ആണെന്നുള്ള ലെവലിൽ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൈവസി ഓക്കെ. ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലല്ലോ, നമ്മൾ ടെക്കല്ലേ. പിന്നെ ഇനി പ്രൈവസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു അവസരം തരാം. എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോളൂ. സർ ഞാൻ മിനി പ്രൊജക്ട്സ് ലൈക്ക് അങ്ങനെ ഹോം പേജ് ലോഗിൻ പേജ് അങ്ങനത്തതൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഇ കൊമേഴ്സിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ പൈത്തണിലാണ്. അപ്പോൾ പൈത്തണിന്റെ കുറെ ബേസിക്സ് ജാങ്കോ അങ്ങനെ കുറെ ബേസിക്സ് ഒക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് എങ്ങനെ നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? എങ്ങനെയാണ് സാറിന്റെ ഒരു അഡ്വൈസ് എങ്ങനെ? ഇനീഷ്യലി നമ്മൾ പഠിക്കുമ്പോഴേ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതായത് ഈ കമ്പോണൻസ് മീൻസ് പല ക്ലാസ്സസ്, പല ഉപയോഗങ്ങൾ, എ പി ഐ റൗട്ടിങ് എങ്ങനെയാണ്, എ പി ഐ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ്, ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ആ. എന്നിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കമ്പോണൻസ്, ഇപ്പോൾ ക്രെഡ് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. ക്രെഡ് ഓപ്പറേഷൻ അറിയാലോ, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ്. ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ ചെറിയ എ പി ഐസ് ഡെവലപ്പ് ചെയ്യുക. എ പി ഐസ് എന്ത് ചെയ്യുക, പിന്നെ ഹോസ്റ്റ് ചെയ്ത് പഠിക്കുക. ലൈവ് ആക്കിയിട്ട് ഹീറോക്ക് പോലത്തെ ചെറിയ സൈറ്റിൽ എ പി ഐ ഹോസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കുക. എന്നിട്ട് ലോഗിൻ സ്ക്രീന് പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ചെയ്തു വെക്കുക. അപ്പോൾ എന്നിട്ട് അവസാനമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇനീഷ്യലി പഠിച്ച വീഡിയോസിലായിരിക്കും. വീഡിയോസ് ട്രൈ ഔട്ട് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സെഷനായിട്ട് നമ്മൾ ഏതെങ്കിലും ഇ കൊമേഴ്സ് ചെയ്യുന്ന വീഡിയോസിൻ്റെ സൈറ്റുകളുണ്ടാവും, അത് വാച്ച് ചെയ്യുക, അതിന് ഫോളോ ചെയ്യുക. ഓരോ വീഡിയോ ഫോളോ ചെയ്ത് അത് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ ഈച്ച കോപ്പി അടിക്കുന്ന പോലെ നമ്മൾ ചെയ്യുക. പക്ഷെ ആ ചെയ്യുമ്പോൾ മനസ്സിലാവണം ഇതെന്താണ്, ഇതെന്തിനാണെന്നുള്ളത്. അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, വീണ്ടും അത് സെർച്ച് ചെയ്ത് എന്താ സംഭവം എന്നുള്ള അറിയാൻ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറച്ചൊരു ലേണിംഗ് കർവ് ഭയങ്കരമാണ്. കുറച്ച് നേരം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ അത് അങ്ങനെയെങ്കിലും മനസ്സിലാക്കി പോസ് ചെയ്ത് അത് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി, എന്നിട്ട് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വീണ്ടും അതിങ്ങനെ കീപ്പ് ചെയ്ത് പോയി അവസാനം നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അത് ഉറപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് വരികയാണെങ്കിൽ വീണ്ടും സെർച്ച് ചെയ്യുക. ചിലപ്പോൾ ഫയൽ മാറിയിട്ടുണ്ടാവും, ഡെപ്രിക്കേറ്റ് ആയിട്ടുണ്ടാവും. അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ഗൂഗിൾ ചെയ്യുക, കണ്ടുപിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് അവസാനം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഡിപ്ലോയ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത പ്രോജക്റ്റ് ഇതേപോലെ ഇതേ സെയിം പ്രോജക്റ്റ് ചെയ്യാം. ഇതേ സെയിം പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് ചെയ്യുക, പക്ഷേ ഈച്ച കോപ്പി ആവരുത്. ഇതേ സെയിം സാധനം ചെയ്യാനല്ല. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടാണ് ആദ്യം ആമസോണാണ് ചെയ്തിരുന്നത്, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ചെയ്യുക ഇ കൊമേഴ്സ് തന്നെ. അത് വിത്തൗട്ട് സപ്പോർട്ട് ഓഫ് ദിസ് ഈ നമ്മൾ പണ്ട് ചെയ്ത വീഡിയോണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള. ആ ഐഡിയ ബേസ് ചെയ്ത് നമ്മൾ ആദ്യം എന്തായിരുന്നു ചെയ്തത് ആ ലെവലിൽ മനസ്സിലാക്കി വീണ്ടും നമ്മൾ സ്വയം ചെയ്യുക. അവിടെ കുറേ ബഗ്ഗുകൾ വരാണ്ട്, കുറേ ഇഷ്യൂസ് വരാണ്ടൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് സോൾവ് ചെയ്യുക. ഈ രണ്ട് പ്രൊജക്റ്റ് ആയി വരുമ്പോഴത്തേനും നിങ്ങൾ അത്യാവശ്യം സ്കില്ലായിരിക്കും, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ. മൂന്നാമത്തെ പ്രോജക്റ്റ് വേറൊരു ഐറ്റം പ്രോജക്റ്റ് ചെയ്യുക. അത് ഇ കൊമേഴ്സ് ഒന്നും വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ടൈപ്പ് പ്രോജക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി സ്കിൽഡായി. ഈ 3 പ്രോജക്റ്റ് നിങ്ങൾ കൂടാച്ചൊരു കമ്പനി കയറാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി, മനസ്സിലായി. എനിക്ക് തോന്നുന്നതുണ്ടല്ലോ, ഇങ്ങനെ ഈ ബിഗിനേഴ്സ് ഫ്രഷേഴ്സ് ഒക്കെ ഈ ഗ്രൂപ്പ് ശരിക്കും നന്നായിട്ട് യൂസ് ചെയ്താൽ ഇവർക്ക് ഒരുമിച്ച് കുറച്ച് പേർക്ക് ഒരുമിച്ചിരുന്ന് ഇ കൊമേഴ്സ് പ്രൊജക്റ്റ് അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഇപ്പം ഇ കൊമേഴ്സ് പ്രൊജക്റ്റ് തന്നെ ചെയ്യാൻ താല്പര്യമുള്ള കുറേ പേര് ഇപ്പം നമുക്ക് ഗ്രൂപ്പിൽ കാണുമല്ലോ. അപ്പോൾ അതുപോലെ ലേഡീസിന് തന്നെ ടീംമേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവർ അത് ഒരുമിച്ച് ഇതിനൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പൈത്തൺ ജാങ്കോ ആണെങ്കിൽ ഒരാൾ മേൺസ്റ്റാക്കാണ്. അതെ, നമ്മുടെ വിമൻസിൻ്റെ ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ വിമൻസിൻ്റെ കമ്മിറ്റി ഒന്നും കൂടി ഉഷാറാവട്ടെ. നിങ്ങളുടെ അറിവിലുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം,
ഇതിനായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുതരാം. ഈ എല്ലാവരും കോമൺ ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഇപ്പോൾ മേഴ്സ്റ്റാക്കിന് വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ അതിന് ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും പുറത്തുനിന്ന് കിട്ടുമോ നോക്കട്ടെ, എക്സ്പെർട്ട് ആയിട്ടുള്ള ലേഡീസിനെ കിട്ടുമോ നോക്കട്ടെ. പുരുഷന്മാരെ കിട്ടാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. ലേഡീസിന് ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഇൻസ്ട്രക്ട് ചെയ്യാൻ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർ മെൻറ്റർസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇ കോമേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാൽ നിങ്ങൾക്ക് അവർക്ക് പ്രൊജക്റ്റുമായി നിങ്ങൾക്കാണെങ്കിൽ ലേണിംഗും ആയി എന്നുള്ള ലെവലിൽ അതെ, അത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം കുറെ പേര് സ്റ്റുഡൻസ് ആയിരിക്കും, പിന്നെ കുറെ പേര് ഫ്രഷേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്കൊരു നല്ല പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. നല്ല പ്രൊജക്റ്റും ചെയ്യാൻ പറ്റും. നല്ലൊരു കമ്പനിയിൽ ഓപ്പൺ അവർക്ക് സോഴ്സ് ഇതിൽ കയറുന്ന ആൾക്കാർക്ക് എന്താ പറയുക ഒരു പ്രൊജക്റ്റ് എക്സ്പീരിയൻസ് ആവും ചെയ്യും. എക്സ്പീരിയൻസ് ആവും ചെയ്യും. നല്ലൊരു കമ്പനിക്ക് ജോയിൻ ചെയ്യുന്ന ഒരാളെ സപ്പോർട്ടും വേണ്ട. അതെ, എനിക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇതൊരു ഇന്റർവ്യൂവിൽ പറയും കുറച്ച് ചെയ്യാം. ഗ്രൂപ്പ് കുറച്ച് ആക്റ്റീവ് ആവുകയും ചെയ്യും. ഹലോ മുംതാസ് മാം പോയല്ലോ. ഹലോ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നി. കാരണം നല്ലൊരു അഭിപ്രായമാണത്. അങ്ങനെ ഒരു സംഭവം ചെയ്യാം, നമുക്ക് നോക്കാം. നമ്മൾ കാരണം വെച്ചാൽ നമ്മളതിൽ പല ആൾക്കാർ പല ടെക്നോളജി, അപ്പോൾ ഇതിൽ ആളുണ്ടെങ്കിൽ ഈ പണി നടക്കുകയുള്ളൂ. അതെ, എനിക്ക് തോന്നി ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഇ കൊമേഴ്സ് ജാങ്കോ പ്രൊജക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഒരു ഗ്രൂപ്പ്, അതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് നടക്കും. അങ്ങനെ കാര്യമില്ല. നമ്മുടെ വുമൻസിൻ്റെ എംപവർമെൻറ്റ് കമ്മിറ്റിയിൽ തന്നെ നമുക്ക് ആ എക്സ്പെക്റ്റ് ചെയ്ത ഇത് മെമ്പേഴ്സ് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അതിൽ തന്നെ പല ആൾക്കാർ എംപ്ലോയീസ് ആണ്, പല ആൾക്കാരും പിന്നെ ഇൻറ്റേൺസ് ആണ്. പല ഇതിൽ അമൃത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. അവൾ ബാക്ക് എൻഡ് ഡെവലപ്പറാണ്, എക്സ്പേർട്ടാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആള് തിരക്കിലായിരിക്കും എങ്കിലും നമുക്ക് ഒഴിവുള്ള സമയത്ത് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വീക്കെൻഡിലൊക്കെ ഞായറാഴ്ചയൊക്കെ അമൃത ഒരാളുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടാവും. ഇതിൽ കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലിപ്പോൾ നമ്മൾ 33 മെമ്പേഴ്സായിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അറിവിലൂടെയുള്ള ആളുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു വിങ് ആയിരിക്കും. ഈ വിങ് വഴി എന്തായിരിക്കും നമുക്ക് എന്താ പറയുക, അപ്പോൾ അതിൽ ഒരുപാട് ഒരേ ഡൊമൈനുള്ള ഒരുപാട് ആൾക്കാരെ കിട്ടും. അതിൽ ഫ്രഷേഴ്സ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അവരെ അറേഞ്ച് ചെയ്ത് ഇനീഷ്യലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി തരാം. പക്ഷേ ഗ്രൂപ്പ് ഉണ്ടാക്കണതല്ല കാര്യം. അതിൽ മെമ്പേഴ്സ് കിട്ടണം, ഒരുപാട് ആൾക്കാർ വേണം. പിന്നെ കോമൺ ഐഡിയാസ് എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇ കോമേഴ്സ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ അതിന് വേണ്ട എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കണക്ട് ചെയ്തുള്ള സജ്ജീകരണം ഞാൻ ചെയ്തുതരാം. ഞാൻ നോക്കാം, ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ കണക്ട് ചെയ്തുതരാം. അതെ, അത് നല്ലതായിരിക്കും. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഗ്രൂപ്പ് ഒന്ന് നമുക്ക് സെറ്റാക്കിയാലോ? കേരളത്തിൽ ഏറ്റവും ടോപ്പ് വിമൻസ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റിയാൽ നിങ്ങൾ എന്താ അഭിപ്രായം? ഹലോ, പറയുള്ളൂ. നമുക്ക് ഇന്ന് മുതൽ ഒരു ചലഞ്ച് വെക്കാം. കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. ആരും ഇതൊന്നും കേൾക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ, കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഓൺലൈൻ മീറ്റപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിമൻസ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റിയാലോ? എന്താ അഭിപ്രായം? ഇപ്പൊ നമ്മളിപ്പോ ജോയിൻ ചെയ്തവരാണെങ്കിലും കുറെ പേർക്ക് അവർക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആക്ച്വലി നമുക്കിത് ടോപ്പ് വിമൻസ് കമ്മ്യൂണിറ്റി ഇപ്പോൾ കേരളത്തിൽ നല്ലൊരു വിമൻസ് കമ്മ്യൂണിറ്റി ഇല്ല. ഗൂഗിളൊക്കെ ആണെങ്കിലും. പക്ഷെ നമ്മളിതൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവിൽ ഇപ്പോൾ ജോലിക്കാരുണ്ടാവും, കോളേജ് പഠിക്കണവരുണ്ടാവും, അല്ലാതെ ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കല്യാണം കഴിഞ്ഞ കാരണം കൊണ്ട് പഠിക്കാൻ പോവാതെ പറ്റാത്തത് കൊണ്ട്, അത് അവരുടെ കുടുംബത്തിന് പ്രശ്നം കൊണ്ട് ആയിക്കോണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ പല ചുറ്റുപാടിലും പെട്ടിട്ട് പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർ. എന്തിനാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഉണ്ട്, അവളെ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് കുഞ്ഞുങ്ങളായപ്പോൾ പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല, എനിക്ക് നല്ല താല്പര്യം ഉണ്ട് ഐ ടിയിലേക്ക് വരണം. അവൾ ആഗ്രഹിച്ചെടുത്തായിരുന്നു ബിടെക്ക്, എന്നിട്ട് നല്ല മാർജിനിൽ പാസ്സായിട്ട്, പക്ഷെ അവളിപ്പോഴും ഒന്നും ആവാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അവൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് തന്നെ മെൻറ്റർഷിപ്പും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അവൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കുറച്ച്
പ്രൈവസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പോൾ അവൾ പറഞ്ഞു ഞാനത് വേണ്ട, അങ്ങനെ നിന്നാൽ മതി. എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണമെന്നില്ലല്ലോ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഓരോ ഫാമിലിൻ്റെ ഓരോ പ്രൈവസി പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അവൾ പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും സമൂഹത്തിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ അതൊക്കെ വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിതൊരു കമ്മ്യൂണിറ്റി ആക്കി കഴിഞ്ഞാൽ ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വുമൻസിൻ്റേതായിട്ടുള്ള പല സ്റ്റാർട്ടപ്സ് പ്ലാൻ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഷൈമാമ ഇങ്ങനെ നിൽക്കണ നോക്കണം കേട്ടോ. ഒരുപാട് ബിസിനസ് ഐഡിയാസ് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മതി 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 മതി. അപ്പോൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇതാക്കാം. പിന്നെ പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ചെയ്താൽ മാത്രമേ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതിനൊരു റീസൺ വേറെ ഒന്നുമല്ല. ഇത് വിമൻസിൻ്റെ ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്കൊരു പ്രൈവസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് ഓപ്പണായിട്ട് ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങളറിവിലുള്ള വിമൻസിനേക്ക് ഷെയർ ചെയ്യാൻ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. കാരണം അത് ഈ ഗ്രൂപ്പിൻ്റെ മൊത്തം ഓണർഷിപ്പ് നിങ്ങളാണ്, എല്ലാം നിങ്ങളാണ്. അല്ല, ഞാനിതിൻ്റെ ഒരു കാരണമായിന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് ഒരു മീറ്റപ്പ് നടത്തണം. അതായത് ഇത് കുറേ ദിവസം ഉണങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് എന്താ പറയുക, ഞാൻ എൻ്റെ അണ്ടറിൽ തന്നെ മീറ്റപ്പ് നടത്തി. നിങ്ങളെ നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ചിലപ്പോൾ ജോയിനിങ്ങിൻ്റെ കാര്യം തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നല്ലാതെ അതൊന്നും നോക്കണ്ട. അപ്പോൾ നിങ്ങളറിവിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഒറ്റ കാര്യമുള്ളൂ, ഇത് വിമൻസിന് മാത്രമേ പറ്റുള്ളൂ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളറിവിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും, കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, മറ്റുള്ള പിന്നെ ഇതേപോലെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതൊക്കെ ഈ ലെവലിൽ നമുക്ക് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്കിതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം. നമുക്കൊരു അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്ക് മിനിമം 1000 മെമ്പേഴ്സ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഗ്രൂപ്പ് മാക്സിമം ഒന്ന് ആക്റ്റീവ് ആക്കാൻ നമുക്കൊന്ന് നോക്കാം. ചലഞ്ചായിട്ട് ഏറ്റെടുത്താലോ? അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് 1000 മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലായിരിക്കണം. എന്താ അഭിപ്രായം? ഓക്കെ ആണെന്നുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. നമുക്ക് ചലഞ്ച് എല്ലാവർക്കും ഓക്കെ ആക്കാം. നമുക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ എന്താ ചെയ്തിട്ട് അഭിപ്രായം അക്ഷര? അതെ, നമ്മള് ഇപ്പം കമ്മ്യൂണിറ്റിയില് എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയാലേ നമ്മളെ കമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ, അതെ അതെ, അതിപ്പോ ഇതുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ ഈ തുടക്കം ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഈ അതെ കമ്മ്യൂണിറ്റി അതെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡെവലപ്പർ കമ്മ്യൂണിറ്റി റിയാസ് എന്നുള്ളൊരു പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നതാ, പിന്നെ നമുക്ക് ഇന്ന കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം എത്ര കമ്മ്യൂണിറ്റി ആയി? ഒരാൾക്കും ചെയ്യാൻ പറ്റാത്തതാണ് വിമൻസ് കമ്മ്യൂണിറ്റീൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിമൻസിന് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡ്. കാരണം നമ്മൾ ബെസ്റ്റ് ഒരു ഫ്രണ്ട്സ് ആയിരിക്കുമ്പോഴാണ് അവരെ കാര്യങ്ങൾ പറയുക. അപ്പോൾ അവർ ഒരുപാട് ചലഞ്ചുകൾ, ഇപ്പോൾ ഷൈമ മാം പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. അവർക്ക് അവരുടെ ചലഞ്ച് അവർക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല, എനിക്കറിയില്ല ഉള്ള കാര്യം പറയാം. അപ്പോൾ അവർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ഒരു ടീം ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അവരുടേതായിട്ടുള്ള ഒരു ഇത് പ്രൈവസി ഉള്ള ടീം ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇപ്പോൾ ഇതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിജയം എനിക്ക് വേറെ ഉണ്ടാവും. അത്ര ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു എക്കോസിസ്റ്റം ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കേരളത്തിൽ ഇത്ര വലിയ തലമുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ ഏറ്റവും വലിയ IT ഹബ്ബ് ഇവിടെ ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് ഓൺലൈനിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ഭാവിയിൽ ഓഫ്ലൈനിലൂടെ ആക്കണം എന്നുള്ള ആഗ്രഹമാണ്. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല, പക്ഷേ കാരണമായി എന്നുള്ളത്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഏറ്റവും വലിയ ഉദാഹരണം. ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത കമ്പനി ഇന്ന് നിലവിലില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ജസീറാമൻ പറഞ്ഞോളൂ. വോയിസ് ബ്രേക്ക് ആയല്ലോ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കമ്പനി ഇന്ന് നിലവിലില്ല എന്ന് എത്ര പേർക്ക് അറിയാം? മ്യൂട്ട് ചെയ്യണ്ട കേട്ടോ, പറഞ്ഞോളൂ. ഓപ്പണായിട്ട് സാർ എങ്ങനെ ഉദ്ദേശിച്ച ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈത്തൺ എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് നിലവിലുണ്ട്. പൈത്തൺ ഡെവലപ്പ് ചെയ്ത കമ്പനി. പൈത്തൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ SDK
സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് ഡെവലപ്പ് ചെയ്ത കമ്പനി ഉണ്ട്, ലറാവൽ കമ്പനി ഉണ്ട്. അതേപോലെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത കമ്പനി ഇന്നില്ല, നിലവിലില്ല. അതറിയോ? ഓക്കെ. അത് 2000 കൂടി ആ കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ട്. ഞാനിപ്പോഴാണ് അറിയുന്നത്. 2000 കൂടി ആ കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ലോകത്തിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാത്ത ടെക്നോളജി വളരെ കുറവാണ്. ഫ്ലട്ടറിൻ്റെ ഡാർട്ടിൽ വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ജാവാസ്ക്രിപ്റ്റ്. അതറിയാം നമുക്ക് എത്ര പേർക്ക്? അതായത് നമ്മളൊരു കാരണമാവണമല്ലോ. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അവരൊരു കാരണമായി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജുകളിലൊന്നും അതാണ്. സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിലും. അപ്പോൾ അത് അതേപോലെ ഒരു കാരണമായി കൊടുക്കുക. ബാക്കി ആരും എന്ത് എങ്ങനെയെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു നമുക്ക് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം. നമ്മുടെ ടീമിൽ എല്ലാം സെറ്റാക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൽ സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? ടീമൊക്കെ ലീഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് പേഴ്സണലി പറയാം. അവർക്ക് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പേഴ്സണലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. കാരണം നമ്മളെപ്പോഴും നമ്മൾ ഡൈനാമിക് ആയിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാം. ഓരോ ആഴ്ചയിൽ ഇന്ന ആൾ ലീഡ് ചെയ്യട്ടെ, ഇന്ന ആൾ ലീഡ് ചെയ്യട്ടെ എന്നുള്ള ലെവലിൽ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആമിന ലെഫ്റ്റ് ആയോ? ആമിന മാം പോയി തോന്നുന്നു. എന്താ പറ്റിയ നെറ്റ്വർക്കിൽ ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സലീം ഇപ്പോ ജോയിൻ ആയതല്ലേ? സലീമ. അതെ അതെ, സലീമ മാം ആണ് നമ്മളെ മെയിൻ ആള് അന്ന് സ്റ്റാർട്ട് ചെയ്യണേല് അല്ലേ സലീമ മാം? ഹലോ. മെയിൻ ആൾക്കാരൊക്കെ എപ്പോഴാണ് ജോയിൻ ചെയ്യണേ? ഇന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാന് മെസ്സേജ് കണ്ടിരുന്നു. അപ്പൊ ഒരു ഗസ്റ്റ് വന്നപ്പോ പെട്ടെന്ന് അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. പിന്നെ അപ്പൊ നമുക്ക് സലീമ മാം എവിടെ നിന്ന് സ്ഥലം പറഞ്ഞേ? പട്ടാമ്പി. പട്ടാമ്പിയിലെ ഗൂഗിളിന്റെ ഡെവലപ്പർ കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഇൻവൈറ്റേഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് ഞാൻ വേണമെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ ഗൂഗിൾ GDGൻ്റെ വിമൻസിൻ്റെ പ്രോഗ്രാമിനുള്ള ടൈമിൽ ഞാൻ പങ്കെടുക്കാൻ പറ്റുമോ നോക്കാം. സാധാരണ ആണുങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഗൂഗിൾ അത് കൂടാതെ വിമൻസിന് മാത്രമായിട്ടുള്ള പ്രോഗ്രാം ഇയറിൽ ഉണ്ടാവുള്ളൂ. GDGൻ്റെ കൂടെ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കോഴിക്കോട് പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരായിട്ട് കണക്ട് ചെയ്ത് തരാം. നല്ലൊരു കമ്മ്യൂണിറ്റി ആക്കിയിട്ട് അവരെയും സപ്പോർട്ട് ചെയ്യാം. നല്ലൊരു പ്ലാനാണ്. നമുക്ക് നമ്മളതായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ ചെയ്യും. കാരണം ഈ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡെവലപ്പേഴ്സും ഉണ്ട്, പൈത്തൺ ഡെവലപ്പേഴ്സും ഉണ്ട്. ഗൂഗിൾ ഡെവലപ്പേഴ്സ് മീൻസ് ഫ്ലട്ടറും ആൻഡ്രോയിഡും മറ്റുള്ള ടെക്നോളജി ആംഗുലറും ഒക്കെ ഗൂഗിളിൻ്റെ ആണ്. ഗൂഗിൾ ക്ലൗഡ് ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിൽ പൈത്തണൊന്നും ഗൂഗിളിൻ്റെ അല്ല. ലറാവലും പൈത്തണും ഡോട്ട്നെറ്റും ഒന്നും ഗൂഗിളിൻ്റെ അല്ല. അങ്ങനെ അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പൺ കമ്മ്യൂണിറ്റി, ഏത് ആളുകളും പങ്കെടുക്കും. പക്ഷെ ഗൂഗിളിൻ്റെതായിട്ടുള്ള പ്രോഗ്രാമുള്ള കമ്മ്യൂണിറ്റിയിൽ അവർക്കും പങ്കെടുക്കാം. അത് വിമൻസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അല്ല ഏതൊക്കെ ടെക്നോളജീൻ്റെ കമ്മ്യൂണിറ്റി വളർന്നു വരും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ അത് പറയണേ. എന്താ അഭിപ്രായം? പറ്റുന്നവരുണ്ടെങ്കിൽ ഞാൻ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഞാൻ ഗ്രൂപ്പിലൊന്ന് അറിയിക്കണ്ടേ, എന്നൊന്ന് അറിയിച്ചാൽ മതി. ഞാൻ അവരെ കണക്ട് ചെയ്യാൻ പറ്റുമോ? അവർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റായൊന്നുമില്ല. അപ്പോൾ അവർ എന്താ വെച്ചാൽ നമുക്കത് ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്കുള്ള അഡ്മിഷനുള്ള അവിടെ ഒരു ഇതുണ്ട്, കൂപ്പൺ ഉണ്ടാവും. അതായത് എന്താ പറയുക, അവിടെ അഡ്മിഷൻ നമ്മൾ റൈറ്റപ്പ് ചെയ്ത് വെക്കുമല്ലോ, എത്ര എന്നാളെന്നുള്ള ഫോം ഉണ്ടാവും. അതൊക്കെ അവർ ചെയ്തു തരും. ഓക്കെ, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പോവാൻ. ഓക്കെ ഓക്കെ, ഞാൻ വരുന്ന സമയത്ത്. പിന്നെ ഷെയ്മ മാം അതിൻ്റെ ആളാണ് കേട്ടോ. ഷെയ്മ മാമിനായിട്ട് കണക്ട് ചെയ്താൽ തന്നെ ധാരാളം. അതെ അതെ, ചെറിയ പുള്ളിയൊന്നല്ല കേട്ടോ. അല്ല നമ്മള് സ്വന്തമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ ഇതില് നിങ്ങൾക്ക് വുമൻസിന് മാത്രമായിട്ട് നിങ്ങൾക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തൂടെ? കേരളത്തിലെ വിമൻസിന്റെ കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് ഒരു സർവേ പോലെ. ഹലോ, ആപ്പിൽ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? സർവേ കമ്മ്യൂണിറ്റി സ്വന്തമായിട്ടൊരു ആപ്പ് തുടങ്ങണ നല്ലൊരു കൺസെപ്റ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇനീഷ്യലി കമ്മ്യൂണിറ്റിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം.
ഇനീഷ്യലി കമ്മ്യൂണിറ്റിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ഞാനതിന് ഭാഗമാവില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്കാം. ഇപ്പോഴോ ക്ലിയർ ആയോ? ആ അതെ അതെ. ഓക്കെ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇനീഷ്യലി നമ്മൾ കമ്മ്യൂണിറ്റി ഒന്ന് വൈഡാക്കുക. വൈഡാക്കിയിട്ട് ഒരു ഏകദേശം ഒരു 2000 മെമ്പേഴ്സ് ആവുന്ന സമയം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 1000 മെമ്പേഴ്സ് തന്നെ, 1000 ഒക്കെ ധാരുമ്പത്തിനാവും. അപ്പോൾ 1000 മെമ്പേഴ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഒരു നാടിന് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഉപയോഗപ്പെടുന്ന പ്രൊജക്റ്റ്. എന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യുക. ഹോസ്റ്റ് ചെയ്തിട്ട് ആ പ്രൊജക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിപ്പോൾ വിമൻസ് എംപവർമെൻറ്റ് കമ്മ്യൂണിറ്റി നമുക്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. ആ ലെവലിലൊന്നും ചെയ്താലോ? അപ്പോൾ ശ്രദ്ധിക്കപ്പെടും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ പിന്നാലെ വരും. എന്താ അഭിപ്രായം? നല്ല ഐഡിയ ആണ്. ആ, ഈ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഗേൾസിനൊക്കെ ഇതിലേക്ക് കൊടുന്നിട്ടാ മതി. അല്ല, ഇഷ്ടം പോലെ അല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പുരുഷന്മാർക്ക് മാത്രമല്ല ബുദ്ധി കേട്ടോ, സ്ത്രീകൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അത് പറയാൻ കാരണം, ഈ സ്ട്രഗിൾ അനുഭവിച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ നിൽക്കുന്ന ആളുകൾ, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അവർക്ക് ഏതെങ്കിലും ഒരു പിടിവള്ളി വേണമെന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പിടിവള്ളിയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ള മൈൻഡ്, അതങ്ങനെയാണ്. അപ്പോൾ ഈ ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കഴിഞ്ഞിട്ടോ ഉയർന്ന് പഠിക്കാനും മറ്റുള്ള ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ. അവർക്കൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും അത്, ഈ ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ അവർക്കിപ്പോൾ വർക്ക് ഫ്രം ഹോമായി ഇരുന്നിട്ട് ചെയ്താലും അങ്ങനെയാണെങ്കിൽ പോലും അവരെ ലൈഫിലെ പാഷന്, അവരെ അംബീഷൻ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന് വലിയൊരു ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ ആവും. അവർ പാർട്ട് ടൈം ഇരുന്ന് വർക്ക് ചെയ്യാൻ നോക്കും, പഠിക്കാൻ നോക്കും. ഒരുപാട് ആൾക്കാരെ ഈ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഇൻസ്ട്രക്ഷൻ വാങ്ങും, അവരെ ലൈഫ് സെറ്റാക്കാൻ നോക്കും. അതത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യാം. ബാക്കി പിന്നെ അതിന് പിന്നാലെ വരും. നമ്മളൊരു കാര്യം ചെയ്താണെങ്കിൽ അതിന് ഏതൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിനൊരു ഇമ്പാക്റ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. നല്ല ഐഡിയ ആണ്. എന്താ എല്ലാരും അഭിപ്രായവും. അത് നല്ലൊരു ആശയാണ്. അത് നമ്മൾ ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്താൽ അപ്പൊ അതെല്ലാം നമ്മളിപ്പോ ഇനീഷ്യലി നമ്മൾ ഗ്രൂപ്പ് സെറ്റ് ആക്കണം. ഗ്രൂപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ നാടിന് ഉപകാരപ്പെടുന്ന ഈ പദ്ധതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് കമ്പനീസ് മാർക്കറ്റ് ചെയ്യാറുണ്ട് അല്ലേ, അവരുടെ പ്രൊഡക്റ്റുകൾ ഏതൊരു കമ്പനി ആയിക്കോട്ടെ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു വുമൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ലോകത്തിൽ വളരെ അപൂർവമാണ്. സ്ത്രീകൾ മാത്രമുള്ളൊരു കൂട്ടായ്മ, ഒരു പദ്ധതി അവതരിപ്പിക്കണേ, സ്ത്രീകൾ മാത്രം അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ടെക്കിൽ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു റെസ്പോൺസ് തരണേ. ആരും മ്യൂട്ട് ചെയ്ത് വെക്കല്ലേ, ഓപ്പൺ ആയിട്ട് പറയാലോ റെസ്പോൺസ്. ഇല്ല, അങ്ങനെ ഒരു ഇതിനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം ഇതൊരു ചരിത്രമായിരിക്കും. നമ്മളിങ്ങനെ പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിൽ, എല്ലാ മേഖലയിലും ഇടപെടുന്ന ആളുകൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാനുള്ള കാര്യം പറയാം വെച്ചാൽ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പറ്റും. അതൊരു കാര്യമാണ്. പിന്നെ നമ്മളെ കരിയർ സേഫ് ആയിരിക്കും. എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ അത്ര വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയാണ്, നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്, ഒരുപാട് ആൾക്കാർ ഇൻഫോർമേഷൻ കിട്ടുകയാണ്. ഇവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടും. അതത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും? ആരെയും ഒന്നും പറയണില്ലല്ലോ. സെലീമ മാം സൈലൻ്റ് ആയല്ലോ, ഭയങ്കര സൈലൻസ്. മറ്റേത് നമ്മളെ ഫുള്ള് ടീം ലീഡ് ചെയ്തിരുന്ന ആളാണല്ലോ. ഇന്ന് ഞാൻ തുടക്കത്തിൽ ഇല്ലാത്തോണ്ട് അതൊന്നും പ്രശ്നമില്ല. അത് ഞാനും പല മീറ്റിങ്ങിനും കയറുമ്പോൾ തുടക്കത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഒന്നും നോക്കാറില്ല. അല്ലെങ്കിൽ ലേറ്റാ വന്ന ലേറ്റസ്റ്റാ വരുന്നല്ലേ. അതെ. അപ്പൊ അത് നോക്കണ്ട, തുടക്കം എടുക്കുന്നൊന്നുമില്ല. നമ്മൾ എപ്പോൾ വരണോ, നമ്മളിപ്പോൾ എവിടെ കയറുന്നത് നല്ലതല്ല, യൂസ് ചെയ്യണോടത്താണല്ലോ നമ്മൾ ഇമ്പോർട്ടൻറ്റ്.
അപ്പൊ എന്തായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്നും നമ്മളിപ്പോൾ കേട്ടിട്ടില്ല ഇതൊക്കെ തന്നെ ശരിക്കും. കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ റെസ്യൂമിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ പ്രൊജക്റ്റിൽ കയറേണ്ട കാര്യങ്ങളൊക്കെ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ഒന്ന് വൈഡ് ആക്കിയാലോ എന്നുള്ളൊരു പ്ലാന് വെച്ചാൽ ഒരുപാട് പല ആൾക്കാരും ഞാൻ കോൾ വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ്. എല്ലാവരും കോൾ വെരിഫിക്കേഷൻ നടത്തി. അല്ലെങ്കിൽ ഷെയ്മ മാത്തിനെ കണക്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്ത് തരാറുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അവർ വെരിഫൈ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ആ ലിങ്ക് വിട്ട് കൊടുക്കുക. അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ, പ്രൈവസിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ നിങ്ങളുടെ അറിവിലുള്ള സ്ത്രീകൾക്ക് ഷെയർ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആ വാട്സപ്പിൻ്റെ ലിങ്ക് ആർക്കും വേണമെങ്കിൽ സ്ത്രീകൾക്ക് ഷെയർ നമുക്ക് മാക്സിമം ഷെയർ ചെയ്ത് കണ്ട് കുറെ മെമ്പേഴ്സിനെ മെമ്പേഴ്സിനെ ഉണ്ടാക്കണം. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്കൊരു ഇനീഷ്യലി പുതിയൊരു നമുക്കൊരു പ്രൊജക്റ്റ്. നല്ലൊരു മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു പ്രൊജക്റ്റ്, ഒരു നാടിന് ഉപകാരമുള്ള ഒരു അതെ. പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതൊരു പത്രസമ്മേളനം പോലത്തെ ഒരു പദ്ധതി വിളിച്ചിട്ട് നമുക്കത് ഹോസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഭാഗമായി എന്നുള്ള എൻ്റെ അഡ്രസ്സ് പോലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കാണിക്കുള്ളൂ. പക്ഷേ ബാക്ക് സപ്പോർട്ട് മൊത്തം ഞാൻ ചെയ്തു തരുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റിയ രീതിയിലൊക്കെ ഞാൻ ബാക്ക് സപ്പോർട്ട് ചെയ്തു തരാം. കാരണം ഇത് വിമൻസ് എംപവർമെൻറ്റ് കമ്മ്യൂണിറ്റി ആകുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഒരു ഒരു അടയാളപ്പെടുത്തൽ വേണമല്ലോ, ഒരു വെറൈറ്റി. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, എപ്പോഴും വെറൈറ്റി വേണ്ടേ, അതിലല്ലേ മാർക്കറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്താ നിങ്ങളുടെ അഭിപ്രായം സലീമ? നമുക്ക് ചെയ്യാം. എന്താണെങ്കിലും എങ്ങനെയാ നമ്മള് ഞാൻ ചോദിക്കുന്ന ഇപ്പം നാടിന് ഉപകാരപ്പെടുന്ന ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും എന്താണ് ചെയ്യാൻ പോകുന്നത്? അതോ നമ്മുടെ കമ്മ്യൂണിറ്റിനെ ആഡ് ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള ആപ്പാണോ? അങ്ങനെ ആയാലും മതി. കമ്മ്യൂണിറ്റീസിൻ്റെ മാത്രമായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ആപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിമൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ചലഞ്ചിങ് വിമൻസിന് മെൻറ്റർഷിപ്പിൻ്റെ ഒരു ആപ്പ്, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതായത് മെൻറ്റർഷിപ്പിൻ്റെ ആപ്പ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആ വെറൈറ്റി മതി. നമുക്ക് വുമൻസ് കമ്മ്യൂണിറ്റിന്റെ ഒരു ആപ്പ്, അതും നല്ലൊരു ഐഡിയ ആണ്. അതുമാതിരി ചെയ്താൽ മതി. വിമൻസിൻ്റെ കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ചെയ്താൽ മതി, അടിപൊളിയാവും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വുമൻസിന് എന്തെങ്കിലും ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ആപ്പോ. അങ്ങനെയൊക്കെ ഒരു ഇതാക്കിയാലും മതി. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ പറഞ്ഞോളൂ. പലരും പല സ്റ്റാക്കല്ലേ, അപ്പൊ എങ്ങനെയാ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നേ? അത് നമ്മൾ കോമൺ ആയിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യുക. കോമൺ ആയിട്ട് എടുക്കണം. ഒരുപാട് സ്റ്റാക്ക്, സെയിം സ്റ്റാക്കിലുള്ള ആളെ ചൂസ് ചെയ്യുക, ആ സ്റ്റാക്ക് എടുക്കാം. പക്ഷെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാക്കിന് വിചാരിച്ച് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാമല്ലോ. അത് ആ സ്റ്റാക്കിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് ഇന്നത് മാതിരി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ. എല്ലാവരും ഒരുപാട് ആൾക്കാരുള്ള സ്റ്റാക്ക് പിന്നീട് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റാക്ക് മാറ്റിയിട്ട് വേറെ സ്റ്റാക്ക് ചെയ്യണം. അല്ല, ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഇതിനെ പറ്റി ഒരു ലാംഗ്വേജിനെ പറ്റി തറോ നോളേജ് ഉണ്ടെങ്കിൽ നമുക്കിപ്പം വേറൊരു ലാംഗ്വേജിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ചെയ്യാനും പറ്റും അത് എന്നാണ് കുറേ എനിക്ക് തോന്നുന്നത്. ആൾക്കാരുള്ളൊരു ലാംഗ്വേജ് ഉണ്ടാവും. നമ്മളിപ്പോൾ വോട്ടിങ്ങിന് ഇടുക, അപ്പോൾ കുറേ ആൾക്കാരുള്ള ലാംഗ്വേജ് ഉണ്ടാവും. ആ ലാംഗ്വേജിൽ വർക്ക് ചെയ്യാം. അതിപ്പം ഒരു ലാംഗ്വേജ് അറിയുന്ന നമുക്ക് ഇപ്പം ഒരാൾക്ക് പൈത്തൺ അറിയാം, നമ്മള് പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണെങ്കിലും, ഇപ്പൊ ജാവയിലാണെന്ന് വിചാരിക്കുക, പൈത്തൺ അറിയുന്ന ഒരാൾക്ക് ജാവയും ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ചെറിയ പോർഷനായിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ ടെക്നോളജി കൂടി പഠിക്കുമല്ലോ. മൊത്തത്തിൽ ചെയ്യണം എന്നല്ല പറഞ്ഞത്, ചെറിയൊരു ഭാഗം അവരും ചെയ്യാം. അപ്പോൾ ആ ടെക്നോളജിന്റെ കുറച്ച് ഭാഗങ്ങൾ മനസ്സിലാക്കിയേക്കാം. എന്താ അഭിപ്രായം? ആരൊന്നും പറയണില്ലല്ലോ. എന്തായാലും ഒരു രണ്ട് സീനിയർ ഡെവലപ്പർ എങ്കിലും നല്ല ഇപ്പൊ ഡിപ്ലോയ്മെന്റ് വരെ ചെയ്ത ആരെങ്കിലും ഇത് ഒരു മേൽനോട്ട, ഒരു ലീഡർഷിപ്പ് എടുത്ത് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരിക്കലും പ്രൊജക്റ്റ് വിജയിക്കൂല. അതങ്ങനെ ആ, തന്നെ അതെ വരുള്ളൂ. അതെ. സീനിയർ ഡെവലപ്പേഴ്സ് ഉണ്ട്. അതാണ് പറഞ്ഞത്. ഇതിൽ സീനിയർ ഡെവലപ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർ സമയം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ആക്കിയിട്ട് ഇങ്ങനെ പ്ലാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ നമ്മൾ ഈ ഇതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ വന്നുകൊണ്ടേ ഇരിക്കും ഇതിൽ, കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് പറഞ്ഞോ.
ക്രിയേറ്റീവായിട്ട് നമ്മൾ ഇതുപോലെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പം എന്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ആൾക്കാർ കൂടുതൽ വന്നോളും. മെമ്പേഴ്സ് വരും. അതെ അതെ കാരണം വെറുതെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതേപോലത്തെ എത്രയോ ഗ്രൂപ്പ് ഓരോരുത്തരുടെയും വാട്സപ്പിൽ കാണാൻ പറ്റും. അതെ അപ്പൊ അവർക്കും പ്രയോജനം ഉള്ള പഠിക്കാനും പറ്റും. അപ്പം സീനിയർ ഡെവലപ്പേഴ്സും ഉണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നോളും ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ. അതെ അതെ അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. ഞാൻ പറഞ്ഞ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാൻ കാരണം. അമ്മനമ്മ ഒരു ഹാൻഡ് റൈസ് ചെയ്തല്ലോ, എന്തോന്ന് പറയാൻ വന്നു. സൈലന്റ്. ശ്രീകുട്ടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഹലോ ശ്രീകുട്ടി, കേൾക്കാവോ? ഫീൽഡില് പുതിയതാ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാരും കേട്ടോണ്ടിരുന്നത്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മോശമാണെന്നല്ല കേട്ടോ. ലോകത്തിൽ ഗൂഗിൾ ഉണ്ടായത് 4 സ്റ്റുഡൻസാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം, ഇവിടെ തെറ്റ് ശരിയൊന്നുമില്ല കേട്ടോ. 4 സ്റ്റുഡൻസിൻ്റെ ബുദ്ധിയാണെന്ന് ലോകത്തിലെ ടോപ്പ് കമ്പനി. ശ്രീകുട്ടി എന്താ പഠിക്കുകയാണോ അപ്പോ? ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ IT ഫീൽഡിലേക്ക് കയറാന്നുള്ളൊരു താല്പര്യത്തില് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ സ്കില്ലൊന്ന് അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതെ അതെ. ഏതായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. അതെ അതെ. അല്ല, ഡിഗ്രി ഏതായിരുന്നു? PG? ഞാൻ ഇച്ചിരി ഫിസിക്സ് ആയിരുന്നു. IT ഫീൽഡായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഒരു കഴിഞ്ഞപ്പോൾ ഒരു താല്പര്യത്തിന് IT ഫീൽഡ് ചൂസ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. അടിപൊളി. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആട്ടോ. ഓക്കെ സർ. പക്ഷെ IT-യിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീകുട്ടിൻ്റെ ഭാവിയിൽ നല്ല ലോകത്തിലെ ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടണേ, ഫിസിക്സ് ലെവലിലായതുകൊണ്ട്. എന്താണെന്നറിയോ, ഈ ISRO പോലത്തെ സ്പേസ് റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഫിസിക്സ് ലെവലും പ്രോഗ്രാമാറ്റിക്കൽ ലെവലിലൊക്കെ കയറുന്ന ഒരാൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എയറോനോട്ടിക്സ്, ആസ്ട്രോണമി ലെവലിലേക്ക് നമുക്ക് ട്രൈ ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. ശ്രീകുട്ടി ഏത് ലാംഗ്വേജ് എടുത്ത് ഇന്റേൺഷിപ്പ്? ഞാൻ മെയിൻ സ്റ്റാക്കിൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഇ-കൊമേഴ്സിൻ്റെ. പക്ഷെ അത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, കൂടുതലൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അഗൈൻ ഒരു ഇ-കൊമേഴ്സിന്റെ ആളെ കിട്ടി, ഷാന. മാം എനിക്ക് കമ്പനിക്ക് ഒരാളെ കിട്ടി, നിങ്ങൾക്ക് രണ്ടാക്കും. അങ്ങനെ നിങ്ങളൊരു കമ്പനി ഉണ്ടാക്കിയാൽ മതി, ഒരു ഗ്രൂപ്പ്, എന്നിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാം. അതെ, അതായിരിക്കും നന്നാവുക. അതന്നെ, അതാവുമ്പോ പിന്നെ ഇന്റർവ്യൂസിലൊക്കെ നല്ല ഇതാവും. ഇപ്പൊ സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് ഒക്കെ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണത്. നിങ്ങൾ ഫ്രഷേഴ്സ് എല്ലാരും കൂടെ ഇരുന്നിട്ട് ഒരു വർക്ക് ചെയ്താൽ മതി, ഒരു പ്രൊജക്റ്റ്. ഒരു പ്രോജക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഓരോ പ്രോജക്റ്റുകൾ അങ്ങനെ ചെയ്യണം. A to Z നിങ്ങൾ തന്നെ സെൽഫായിട്ട് ചെയ്യണം. അതായത് ഒരു പാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ പരസ്പരം ചെയ്യുക, ചോദിച്ച്. റിസർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക. ശരമാമത്തത് ഭയങ്കര പരാതിയായിരുന്നു. ഒരാളെ കിട്ടിയില്ലേ? ഹാപ്പി? ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ കുറച്ച് ടൈം ആയില്ല, സ്റ്റാർട്ട് ചെയ്ത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്. 2 മണിക്കൂറായോ? സാർ, ഒരു വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ UI UX ഡെവലപ്പേഴ്സ് ആരെങ്കിലും ഉണ്ടാവും ഇതിൽ ഗ്രൂപ്പിൽ? ആ ഒരു ഫീൽഡ് വരുമോ? ഏത് ഡൊമൈനിലാണ് വേണ്ടത്? ഈ അല്ല, UI. UI UX എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗ്മ ഡിസൈനിങ് ആണ്. അതെ അതെ. അത് തന്നെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. എന്താ സംഭവം? എന്താ? അല്ല, ചോദിച്ചാണ്, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിലൊക്കെ പഠിക്കാനാണോ? വീഡിയോ. അതെ, അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു.
അത് ഒരു അത് പരിപാടി ചെയ്യാം. ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ ചോദിച്ചാൽ നമ്മുടെ നമുക്ക് ഗ്രൂപ്പിൽ അതിനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ UIUXന്റെ ഹാ ഹാ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഫിഗ്മെൻ്റെ വീഡിയോസ് കാണാം. സൈറ്റിലുണ്ട്, ആ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് ഫിഗ്മെൻ്റെ. ആ അതൊന്ന് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. എന്നിട്ടുള്ള എക്സ്പേർട്ടിനെ വെച്ച് നമുക്കൊരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാം. നോക്കാം നമുക്ക്. അതും ഈ IT ഫീൽഡിലേക്ക് തന്നെയല്ലേ അതിന്റെ ഒരു ചാൻസ് വരുക? അത് നമ്മൾ UIUXൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UIUX എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് ടീമാണ്. പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്, എന്ത് പ്രൊജക്റ്റാണ് വേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് അവർ ടീം ഡിസൈഡ് ചെയ്ത് അവർ ഡിസൈൻ ചെയ്യാണ് ഇന്ന മാതിരി വരണം എന്നുള്ളത്. ആ എന്നിട്ട് അവർ നമുക്കാണ് ആ സ്ക്രീൻസാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ അതിനനുസരിച്ച് കോഡ് എഴുതി നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്. മെയിനായിട്ട് ഡിസൈനിങ് ആ നമ്മൾ ഒരു ഡിസൈനിങ് ടൈപ്പ് വരും. ബേസിക്സ് ആ UIUX നമ്മൾ ഡെവലപ്പറായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ UIUXൻ്റെ ബേസിക്സ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതലൊന്നും ഡീപ്പായിട്ട് പഠിക്കേണ്ട. അത് ഐഡിയ മനസ്സിലാക്കി വെക്കുക. കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് ഡെവലപ്പ് അല്ലെങ്കിൽ UIUX ഡിസൈനേഴ്സ് അത് വേറെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റിയാണ്. UIUX എന്ന് പറഞ്ഞാൽ ദാറ്റ് നോട്ട് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ആ അത് നമുക്ക് സെൽഫായിട്ട് നോക്കിയിട്ട് അത് പഠിക്കാം, പഠിച്ചെടുക്കാറുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അത് ടെക്കിൻ്റെ അത്ര റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ എന്താ പറയുക, ഡിസൈനിങ്ങും പല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പല സാധനങ്ങൾ ഉണ്ടാക്കണുണ്ടല്ലോ, അത് അവർക്ക് പറ്റിയൊരു മേഖല കൂടിയാണ് കേട്ടോ UIUX. ഞാൻ അതാണ് ചോദിച്ചത്. നമ്മൾ പിന്നെ ബാക്കിൽ കോഡ് ചെയ്ത് അങ്ങനത്തെ ഒക്കെ മൈൻഡ് സെറ്റാണ്. കുറച്ചു നേരം പണിയെടുക്കുക, പെട്ടെന്ന് പരിപാടി എടുക്കുക. നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് തോന്നുന്നു UIUX ല്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഏതൊരു നല്ല സോഫ്റ്റ്വെയറിന്റെ പിന്നിലും ഒരു UIUX ഉണ്ടാവും. ആ ഹാ ഹാ ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ ആരെങ്കിലും സംസാരിക്കാത്തതുണ്ടോ? അക്ഷര പുതിയതാണോ? അക്ഷര മാം മ്യൂട്ടാണ് കേട്ടോ. ഷൈമ മാമും ഇതേ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണോ മാം? ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതെ അതെ, ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ആ ഞാനിപ്പോ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആണ്. ആ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോ MSc കമ്പ്യൂട്ടർ സയൻസ്. ആ ഓക്കെ ഓക്കെ. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലേ? അതെ അതെ. അപ്പൊ ജ്യൂസ് തന്നെ കുടിക്കും, വെള്ളാവില്ല. നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നത്. മാം നേരം ഡിഗ്രി ആയിട്ടാണോ ഫീൽഡിൽ വർക്ക് ചെയ്തത്? ഞാൻ കുറച്ചായിട്ടുള്ളൂ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട്. ഞാൻ ഇതിന്റെ കൂടെ ഇത് പഠിക്കുന്നുണ്ട്, ജസ്റ്റ് പഠിക്കുന്നുണ്ട്. മാം ഒന്ന് വിളിക്കണ്ട കേട്ടോ, ഷെയ്മ വിളിച്ചാ മതി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അല്ല ടെക്നിക്കലി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം എല്ലാവർക്കും ഗേൾസ് ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളെ മെമ്പേഴ്സിനെ ഒന്ന് കൂട്ടുക. ഇപ്പൊ കുറവാണല്ലോ. ഇത് സ്ക്രീൻ റെക്കോർഡ് പബ്ലിക്കലി ഷെയർ ചെയ്യുമോ യൂട്യൂബിൽ? അറിഞ്ഞില്ലായിരുന്നേ സ്ക്രീൻ റെക്കോർഡ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആണോ? അറിഞ്ഞില്ലായിരുന്നു. അതൊന്നും പ്രശ്നമില്ല. ഇതിപ്പോ നിങ്ങളെ ഫോട്ടോസ് തരുന്നില്ല, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേന്റെ അത്രയല്ലേ ഉള്ളൂ. അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അമിനമ്മ ഇല്ല, കുഴപ്പമില്ല. അല്ല പെട്ടെന്ന് അറിഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ആദ്യം ആണോ? ഗ്രൂപ്പിലൊന്നും കണ്ടില്ല. ഞാൻ കുറച്ച് താമസിച്ചാണ് ജോയിൻ ചെയ്തത്. അതെ അതെ അതായിരിക്കും. ഇതിന് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യം പുറത്ത് വിടാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ, അത് യൂട്യൂബിൽ ഇടാൻ പറ്റൂലല്ലോ. പിന്നെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവർ വിമൻസ് വരുന്ന ചലഞ്ച് ഉണ്ടാവും, പല കാര്യങ്ങൾ, അതൊക്കെ പുറത്ത് വിടാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് പിന്നീട് സംസാരിക്കുക.
പിന്നീട് ലാസ്റ്റ് ഒരു അവസരം കൂടി കൊടുക്കും. പുറത്ത് വിടാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു അവസരം കൂടി കൊടുക്കും. എന്നിട്ട് അവിടെ ആ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ അതൊന്നും റെക്കോർഡ് ഉണ്ടാവില്ല, പുറത്ത് വിടാൻ പറ്റാത്ത കാര്യങ്ങൾ. അതിനിടയ്ക്ക് നമ്മൾ ടക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അത്ര. ആണോ? ഇതിന് മുമ്പത്തെ ഒന്നും റെക്കോർഡിംഗ് ഒന്നും കണ്ടില്ലായിരുന്നേ. അതെ അതെ. ഇതിൽ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ വിമൻസിൻ്റെ എംപവർമെൻറ്റ് കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആണെന്നുള്ളത് ഇത് കാണുന്ന ആളുകൾക്കും കൂടി തോന്നണമല്ലോ. കാരണം നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്ന എഫേർട്ട് നമ്മൾക്ക് കാണിക്കണ്ടേ, നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇതിലിപ്പോൾ എന്താ പറയുക, ഒന്നുമില്ല. ഒരാളെ ഫേസ് പോലും ഇല്ല ഇതിൽ. ഞാനതാണ് എപ്പോഴും പറയുന്നത്, നമ്മൾ മീറ്റിങ്ങിൽ കയറുമ്പോൾ ആരെങ്കിലും ഫേസ് ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കട്ടാക്കും. അതങ്ങനെയാണ്. കാരണം ഒരാളെ പ്രൈവസി പുറത്ത് പോയത് അത് എനിക്ക് പ്രത്യേക നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ സ്ക്രീൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്.